എൻ്റെ പേര് സുന്ദരനാണ്. ഞാൻ അരിയന്നൂരാണ് താമസിക്കുന്നത്. പക്ഷേ ഈ കുട്ടികളെ കാര്യം കണ്ടപ്പോൾ ഈ കൽപ്പറ്റയിൽ 16കാരനെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ ആ സംഭവം കണ്ടപ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ ആ കുട്ടീനെ തല്ലണ കാണുമ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ബ്രൂസിലിയുടെ പടത്തിലും ജാക്കി ചാൻ്റെ പടത്തിലും ജെറ്റ്ലി പടത്തിലാണ് കാണുന്നത്. ഇങ്ങനെ അതിനെക്കാട്ടി ഏറെ വലിയൊരു സംഭവമാതിരിയാണ് ഇത് കാണിക്കണത്. ഒരു ആസൂത്രണപരമായിട്ടാണ് ആ പിള്ളേർ പദ്ധതി ഇട്ടിട്ട് ആ ചെക്കനെ വിളിച്ച് വരുത്തിയിട്ടാണ് ക്രൂരമായി മർദ്ദിക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സ്കൂളിലേക്ക് നമ്മളെ രക്ഷകർത്താക്കൾ പറഞ്ഞേക്കുമ്പോൾ നമുക്കൊരു സേഫ്റ്റിയാണ് അല്ലേ? അവർ ആ സ്കൂളിൽ നല്ലതിൽ പഠിച്ച് വരും എന്നൊക്കെയാണ് ആ രക്ഷിതാക്കൾ വിചാരിക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു ഈ കാര്യം കാണുമ്പോൾ ഏത് അച്ഛനമ്മയുടെ മനസ്സ് ഇടിച്ചു പോകും. അത്രയ്ക്കും ഭയാനകരമായുള്ള സംഭവമാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷെ അടിക്കലേ എന്ന് പറഞ്ഞിട്ടും വീണ്ടും അടി നിർത്തിയില്ല. എത്ര മിനിറ്റാണ് അവർ അടിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തീവ്രമായ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി നോക്കിയേ. മനുഷ്യനെ മൃഗീയമായിട്ടാണ് ചെയ്യണത്. ഏറ്റവും കൂടുതൽ വിവേകമുള്ള മനുഷ്യനാണ് ഈ ലോകത്തിലെ മനുഷ്യർ. ഇന്ന് മൃഗങ്ങൾക്ക് വിവേകമില്ലെങ്കിലും ഒരു തിരിച്ചറിവെങ്കിലുണ്ട്. ഒരു പരിധി വരെയാണ്. നമ്മളെ നാട്ടിൻപുറത്ത് തെരുവ് നായ്ക്കൾ കടി കൂടുമ്പോൾ കുറച്ച് നേരം റോഡിൻ്റെ തെരുവിലോ പറമ്പിലോ ഉണ്ടാവും. കുറച്ച് നേരം അത് കഴിഞ്ഞ് നിർത്തി വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പക്ഷെ അതിനെക്കാട്ടിയും ഭയാനകരമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള തീവ്രമായ ആ മനസ്സൊന്ന് ആലോചിക്കേ. ഒരു കാര്യം പറയാം, എത്ര വിഷം വെച്ചിട്ടാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്. ചില ആൾക്കാർക്ക് കുട്ടികളില്ലാത്ത ആൾക്കാർ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉണ്ടായിട്ട് ഇതാവണത്. ആ കുട്ടീനൊക്കെ പൊന്നുപോലെ വളർത്തിണ്ടാക്കി സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ എന്ത് ധൈര്യം കണ്ടിട്ടാണ് പറഞ്ഞേക്കണത്. ഇന്ന് ഉള്ളവൻ്റെ വീട്ടിൽ നിന്നും പോകുന്നുണ്ട്, ഇല്ലാത്തവൻ്റെ വീട്ടിൽ നിന്നും പോകുന്നുണ്ട്. ഇല്ലാത്തവൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ പാടത്തും പറമ്പിലും എവിടെയൊക്കെ പണിയെടുത്ത് കെട്ടിടങ്ങളും വയലുകളും ഒക്കെ പണിയെടുത്ത് വേർത്ത് ഊറി വരുന്ന ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ആ വെള്ളം കുടിച്ചിറങ്ങും. വളരെ ക്ഷീണിതമായിട്ടാണ് ആ രക്ഷിതാക്കൾ പണി കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോഴാണ് ഈ സംഭവങ്ങൾ അവരെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവ വികാസങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛനമ്മയ്ക്ക് എന്തോരം വിഷമം ഉണ്ടാവും. ആലോചിച്ച് നോക്ക്. പക്ഷേ ഈ കൊച്ചു കാര്യത്തിൻ്റെ ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞത്. കൊച്ചു കാര്യം എന്ന് വെച്ചാൽ ഈ 16 വയസ്സുകാരനാണ് ഈ തല്ലി ഇതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അത്ര വിവേകമുള്ളൂ. അവരെ മനസ്സിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ് ഇറങ്ങി നിൽക്കണത്. വെളിച്ചാണെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ മൃഗങ്ങൾക്ക് പോലും, ഞാൻ നേരത്തെ പറഞ്ഞ മൃഗങ്ങൾക്ക് പോലും ഒരു തിരിച്ചറിവില്ലാത്ത മൃഗങ്ങൾക്ക് പോലും ഇപ്പോൾ വിവേകം കുറച്ചെങ്കിലും ഉണ്ട്. പക്ഷെ അത്ര പോലും മനുഷ്യന്മാർക്ക് ഇല്ല. ഉള്ളവരുണ്ട്, പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ശിക്ഷ റെഡിക്ക് കൊടുത്തേ പറ്റൂ. ഇന്ത്യൻ നിയമ വകുപ്പ് പ്രകാരം 302ഉം 307ഉം വകുപ്പിലേക്ക് ഇവരെ വിടണം. ആ വകുപ്പ് ഒന്ന് കൊലപാതകം, പണ്ട് പിന്നെ ക്രിമിനൽ കുറ്റകരം, കൊലപാതക ശ്രമം, ഇതൊക്കെയാണ് ഭയാനകരമായ കുറ്റകൃത്യങ്ങൾ. ഇതൊക്കെ ഇവർക്ക് നിയമം മേടിച്ചു കൊടുത്തേ പറ്റും.
ഇതിനൊരു ഇളവ് കൊടുക്കരുത്. കാരണം നാളത്തെ തലമുറകളെ മനസ്സിലാക്കിയിട്ട് വേണം. ഇനിയും നിരപരാധികളുണ്ടല്ലോ ഈ ലോകത്ത്, അവർക്കും പേടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞേച്ചാൽ ഇങ്ങനെയാണോ സംഭവം എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെ പുറത്തേക്ക് പറഞ്ഞേക്കുക. ഈ അച്ഛനും അമ്മയും വീട്ടിൽ ചിലപ്പോൾ വയ്യാണ്ട് കിടക്കുന്നുണ്ടാവും. വല്ല തണ്ടലൊടിഞ്ഞിട്ടോ അല്ല കാലൊടിഞ്ഞിട്ടോ അല്ലെങ്കിൽ അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വന്നിട്ടാവും ആ വീട്ടിലുണ്ടാവും. ആ വീട്ടിൽ നിന്ന് ഒരു കുട്ടി പോകുമ്പോൾ എത്രമാത്രം വിഷമം ഉണ്ടാവും ആ കുടുംബത്തിലുള്ള ആൾക്കാർക്ക്. ഇത് ആ കുട്ടി നേരെ മറിച്ച ഒന്ന് തീർന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കേ. ഇവിടെ തീ പാളിപ്പിടിക്കും അല്ലേ? പക്ഷെ ഇത്രയും നടന്നു പറഞ്ഞ നിയമം കൊണ്ടുപോയത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അത് നിയമം കയ്യിലെടുത്തതെന്ന് ജനങ്ങൾ. പക്ഷെ അതാണ് ഇതിൻ്റെ പൊരുൾ പറയണത്. അപ്പോൾ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര വിഷമം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പറയാനുള്ളൊരു വേദി എനിക്ക് ഞാൻ ഈ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ പൗരനായിട്ട് എന്താ കാര്യം? നമുക്കൊരു അവകാശം ഉണ്ടല്ലോ, ഒരു പ്രഥമ പൗരനൊരു അവകാശം ഉണ്ടല്ലോ. എന്ത് കാര്യങ്ങൾ പറയാനും മറ്റുള്ളവരെ കാര്യങ്ങൾ നിയമപരമായിട്ട് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പം നിയമമൊക്കെ ഈ ലോകത്തുണ്ട്. ഇത് നമ്മൾ മാത്രമല്ല കാണുന്നത്, പുറം ലോകത്തെ ആൾക്കാരും കാണുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പം നമ്മളെ നിയമത്തെക്കുറിച്ച് അവർ വിലയിരുത്തും. അപ്പോൾ ഞാൻ നിയമമാരെ പഠിപ്പിക്കല്ലേ, എനിക്ക് ഉള്ള അറിവ് വെച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. പല ആൾക്കാരും പല പേരുകളും വിളിച്ചിട്ടുണ്ട് ഈ മക്കളെ. പക്ഷേ അത് നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു ഇതല്ല. പക്ഷെ അതൊക്കെ ആൾക്കാർ വിളിച്ച് കഴിഞ്ഞു, ഇനി പറയേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാതും വിട്ട ഭാഗങ്ങളൊക്കെ പൂരിപ്പിച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനൊരു വേദിയിൽ പറഞ്ഞത് നന്ദി, നമസ്കാരം. ഓക്കെ.